നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ജമാഅത്തെ ഇസ്ലാമിയെ മറയാക്കി പേരാമ്പ്ര മണ്ഡലത്തിൽ LDF UDF ഡീൽ ആണെന്ന് NDA പേരാമ്പ്ര നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി M മോഹനൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ജമാഅത്തെ ഇസ്ലാമിയെ മറയാക്കി പേരാമ്പ്ര മണ്ഡലത്തിൽ LDF UDF ഡീൽ ആണെന്ന് NDA പേരാമ്പ്ര നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി M മോഹനൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഈ മണ്ഡലത്തിൽ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ LDF UDF ഡീല് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം 2015 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ട സാഹചര്യം നമ്മൾ ആരും മറന്നിട്ടില്ല. 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും TP രാമകൃഷ്ണൻ വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിൻബലത്തിലാണ് ഈ മണ്ഡലത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് TP രാമകൃഷ്ണൻ അമ്മലിലേക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കാൻ ജമാഅത്തെ ഇസ്ലാമി UDFിൽ ഇടപെട്ടു എന്നുള്ളതാണ് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് TP രാമകൃഷ്ണനെ വിജയിപ്പിക്കുക എന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയാണ്. ആ അജണ്ട പ്രാവർത്തികമാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പേരാമ്പ്രയിലെ മത്സരം. അതൊരു സൗഹൃദ മത്സരമാണ്. LDF UDF ഡീലുണ്ട് എന്ന് ഞങ്ങൾ ആരോപിക്കുന്നത് കൃത്യമായ ഇത്തരം സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് ഈ വിഷയം ഞങ്ങൾ മണ്ഡലത്തിൽ പ്രചരണ വിഷയമാക്കിക്കൊണ്ട് ചർച്ചയാക്കാൻ BJP ഉദ്ദേശിക്കുന്നുണ്ട്, NDA ഉദ്ദേശിക്കുന്നു. മറ്റൊന്ന് നമുക്കറിയാം, വർഷങ്ങളായി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ഇടതുപക്ഷമുണ്ട്. ഏകദേശം 50 വർഷത്തോളം പേരാമ്പ്ര അസംബ്ലി മണ്ഡലം പ്രതിനിധീകരിച്ചത് അല്ലെങ്കിൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിനിധീകരിച്ചത് LDF ആണ്. പക്ഷേ ഇപ്പം 3ാം തവണ ഈ തെരഞ്ഞെടുപ്പിന് TP രാമകൃഷ്ണൻ അടങ്ങുമ്പോൾ മണ്ഡലത്തിൻ്റെ വികസനം ചർച്ചയാവണം എന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. NDA പ്രധാനമായും ഒരു മണ്ഡലത്തിൻ്റെ വികസന കാര്യത്തിൽ MLA ഒരു പരസ്യ സംവാദത്തിന് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. കാരണം 5 വർഷമായി ഈ മണ്ഡലം വലിയ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, വർഷങ്ങളായി പേരാമ്പ്രയിലെ ജനങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു, ആവശ്യമായിരുന്നു, മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പേരാമ്പ്ര താലൂക്ക് രൂപീകരിക്കണം എന്നത് ഈ മണ്ഡലത്തിൻ്റെ ആവശ്യമായിരുന്നു, ജനങ്ങളുടെ ആവശ്യമാണ്. പക്ഷെ അത് നടപ്പിലാക്കുന്നതിൽ MLAക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ വന്യജീവി ആക്രമണം അത് തടയുന്നതിന് യാതൊരു സംവിധാനവും ഈ മണ്ഡലത്തിൽ ഒരുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ മുതുകാട് ചക്കട്ടപ്പാറ മേഖലകളിൽ യാത്ര ചെയ്ത സമയത്ത് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന വൈകല്യം ബാധിച്ചിട്ടുള്ള ജോൺസൺ സന്ദർശിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഈ സർക്കാരിൻ്റെ പിടിപ്പുകേടുകൊണ്ട് ഞാനിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതയിൽ പെട്ടു നിൽക്കുകയാണ്. ഇപ്പോൾ വന്യജീവികൾ വ്യാപകമായി ഇറങ്ങുന്നു. കുരങ്ങ്, അദ്ദേഹം പറഞ്ഞത്, ഞാൻ വർഷങ്ങളായി എനിക്ക് ഒരു നാളികേരം പോലും ലഭിക്കുന്നില്ല. കാരണം കംപ്ലീറ്റ് കുരങ്ങ് പറിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം. ഒരു ഭാഗത്ത് കുരങ്ങും മറുഭാഗത്ത് ആനയും പന്നിയും എല്ലാം ഇറങ്ങി വന്യജീവികളുടെ ഈ സ്വൈരവിഹാരം നടത്തുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് ഭൂമിക്ക് പോലും വിലയില്ല, ആർക്കും വേണ്ട. 45 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. ഭൂമി വിൽക്കാൻ സാധിക്കുന്നത്. അതിൽ അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞത്, ഇപ്പം ആനവേലി എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് അതൊരിക്കലും ശാസ്ത്രീയമല്ല. അതിൻ്റെ പുറകിൽ വലിയ കോടികളുടെ അഴിമതി നടത്താനുള്ള ശ്രമം മാത്രമാണ്. അപ്പം BJP കൃത്യമായ ആ കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി NDAയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അത് ആലോചിച്ചപ്പോൾ ഈ ആനവേലി നിർമ്മാണവുമായി ബന്ധപ്പെട്ട്
വലിയ ഒരു തട്ടിപ്പ് നടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് വന്യജീവി ആക്രമണത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്നതിൽ സർക്കാർ അല്ലെങ്കിൽ ഈ മണ്ഡലത്തിലെ MLAക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ്, സുരഭില്ലാത്ത റോഡ് കരുണാകരൻ്റെ കാലത്ത് തറക്കല്ലിട്ടതാണ്. പക്ഷേ ഇന്ന് വരെ അത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചില്ല. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ സഹായവും പിന്തുണയും ലഭ്യമാകുമായിരുന്നിട്ട് പോലും അതിൽ ഇടപെടാൻ, കേന്ദ്ര തലത്തിൽ അതിൽ ബന്ധപ്പെടാൻ ഒന്നും MLA എന്നുള്ള രീതിയിൽ അദ്ദേഹം മുൻകൈ എടുത്തിട്ടില്ല എന്നത് നമുക്ക് കാണാൻ സാധിക്കും. മണ്ഡലത്തിൻ്റെ വികസന കാര്യത്തിൽ പൂർണ്ണ പരാജയമാണ്. ഇപ്പോൾ നമുക്കറിയാം, 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നു. തിരുവള്ളൂർ പഞ്ചായത്തിനെയും ചെറുവണ്ണൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പെരിഞ്ചേരിക്കാട് പാലത്തിൻ്റെ പണി മുടങ്ങിക്കിടക്കുകയാണ്. 3 തൂണിൽ നിൽക്കുകയാണ്. സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ട് അതും മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ്. ഈ മണ്ഡലത്തിലെ നിരവധി ഉന്നതികൾ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ലാത്തതുകൊണ്ട് വളരെയധികം പ്രയാസത്തിലാണ്. ഞങ്ങൾ പല സ്ഥലത്തും സന്ദർശിച്ച സമയത്ത് ഉന്നതിയിൽ വേണ്ട രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ എത്തുന്നില്ല. പേരാമ്പ്ര ജനതയെ സംബന്ധിച്ചിടത്തോളം ഏക ആശുപത്രി, സർക്കാർ ആശുപത്രി പേരാമ്പ്ര ഗവൺമെൻറ് ആശുപത്രി. ആ ആശുപത്രി പോലും നല്ല രീതിയിൽ ഉയർത്തി സ്റ്റാഫിംഗ് സെഷൻ നടത്തി അവിടെ ആവശ്യമായ സ്റ്റാഫിനെ നിയമിക്കാനുള്ള ശ്രമം പോലും ഈ ഇടപെടലിൻ്റെ ഭാഗമായി. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഒരു വികസന പ്രവർത്തനം എന്നുള്ള നിലയിൽ ഞങ്ങളൊരു പൊതുവിഷയമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജമാഅത്തിന്റെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുമായി ആദ്യമായി പരസ്യ സഖ്യത്തിൽ ഏർപ്പെട്ടത് 2015 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ LDF ആയിരുന്നു. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ രംഗം വളരെ സജീവമായി ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്ര മണ്ഡലത്തിൽ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുന്നത്, 1000 ലിറ്റർ വെള്ളത്തിന് 600 രൂപ കൊടുത്താണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലാണ് എന്ന് നമ്മൾ അറിയണം. അതും EP രാമകൃഷ്ണൻ MLAയുടെ മണ്ഡലത്തിലാണ്. BJP വിഷയമുയർത്തി സമരം നടത്തി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചപ്പോൾ ഇപ്പം അവിടെ തൽക്കാലം പിടിച്ചു നിൽക്കാൻ പഞ്ചായത്ത് ഇപ്പം വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ മുഹമ്മദ് ദേവർകോവിൽ എങ്ങനെയാണ് ജയിച്ചത്? UDFന്റെ ശക്തി കേന്ദ്രമായിരുന്നു. അവിടെ അഡ്വക്കേറ്റ് നൂർബിന റഷീദിനെ മത്സരിപ്പിച്ചപ്പോൾ ഒരു യാഥാസ്ഥിതിക വിഭാഗത്തിന്റെ വോട്ട് LDFന് അനുകൂലമായി വന്നിട്ടാണ് അവിടെ മുഹമ്മദ് ദേവർകോവിൽ ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ ഒരു രഹസ്യ അജണ്ട TP രാമകൃഷ്ണനെ ജയിപ്പിക്കുക എന്നത് വെൽഫെയർ പാർട്ടിയുടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു രഹസ്യ അജണ്ടയാണ് എന്നതാണ് BJPക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മണ്ഡലത്തിൽ എല്ലാ ഭാഗത്തും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്ന സമയമായി നല്ല മുന്നേറ്റം ഈ മണ്ഡലത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, പര്യടനം നടക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ മണ്ഡലത്തിലുണ്ട്. സംശയിക്കേണ്ടതാണ്. കാരണം ഇതുവരെയും യുദ്ധം നടക്കുമ്പോഴും ഇന്ത്യക്കിലേക്ക് ക്രൂഡ് ഓയിൽ എത്തുന്നതിൽ ഒരു തടസ്സവും ഇതുവരെ എവിടെയും നേരിട്ടിട്ടില്ല. ഇറാൻ ഇന്ത്യയെ പരമാവധി സഹായിക്കുന്ന സമീപനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പേരാമ്പ്ര മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പൊതുസംവാദത്തിന് LDF സ്ഥാനാർത്ഥി തയ്യാറാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മത തീവ്രവാദ ശക്തികളുടെ തടവറയിലാണ് കേരളത്തിലെ LDF UDF മുന്നണികൾ. SDPI, PDP, വെൽഫെയർ പാർട്ടി തുടങ്ങിയതുമായി മുന്നണികൾ ഒളിഞ്ഞും തെളിഞ്ഞും സഖ്യത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥി M മോഹനൻ മാസ്റ്റർ, സന്തോഷ് കാളിയത്ത്, KK രജീഷ്, TR സത്യൻ, തറമൽ രാഗേഷ്, K പ്രദീപൻ, ജുബിൻ ബാലകൃഷ്ണൻ, TM ഹരിദാസ്, മധു പുഴയരികത്ത്, M പ്രകാശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയും കോഴിക്കോടും, അതുപോലെ നാളെ ഇപ്പം മലപ്പുറം ജില്ലയിലാണ്. എല്ലായിടെയും യാത്ര ചെയ്തപ്പോൾ കേരളത്തിലാകമാനം ദേശീയ ജനാധിപത്യ സഖ്യത്തിനും BJPക്കും അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. അത് പേരാമ്പ്രയിലും നമുക്ക് അനുകൂലമായിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ റോഡ് ഷോയിലും അത് കൺവെൻഷനിലും അതുപോലെയുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ BJPയുടെ പരിപാടികളിൽ മുൻകാലത്തെ അപേക്ഷിച്ച് വൻ ജനാവലിയാണ് എല്ലാ മേഖലകളിലും ഈ രംഗത്തേക്ക് BJPയെ സഹായിക്കാൻ വേണ്ടി
വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.